ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അത്ര വീട്ടപ്പൊന്നും വേണ്ട, ആരും കാണില്ല. പോടാ, ആരെങ്കിലും കാണുകയാണെങ്കിലോ. എന്താണെന്നറിയോ, മേക്കപ്പ് ഒന്നും ഇല്ല കേട്ടാ, ഒന്നുമില്ല. അതുകൊണ്ട് കാണാൻ അത്ര കോലൊന്നും ഉണ്ടാവില്ല അല്ലേ ശരി. അപ്പോൾ എന്താ ഞങ്ങൾ വന്നതെന്ന് വെച്ചാൽ, ഞങ്ങൾ ചാനൽ നിർത്തണോ? ഞങ്ങൾ തുടങ്ങിയിട്ട് ഒരു മാസമായിട്ടുള്ളൂ കേട്ടോ. ഒരു മാസം. 2 ചാനലുണ്ട്. ഒന്ന് ദാ ഷെമീലുവിൻ്റെ, ഇത് മോനാണ്, അവൻ്റെ ചാനൽ. ഒന്ന് എൻ്റെ ചാനൽ. ഓക്കെ, ഇവൻ ചെയ്ത് ചാനലൊക്കെ റെഡിയാക്കിയിട്ട് അതിൽ നിന്നും ഭ്രാന്തായിട്ടാണ് എനിക്കൊന്ന് റെഡിയാക്കി താടാന്ന് പറഞ്ഞിട്ട് ഇവൻ റെഡിയാക്കി തന്നത്. അങ്ങനെ 25 ദിവസം 28 ദിവസമായി കേട്ടോ. 28 ദിവസത്തിൽ 16 ഒരു 4 ഷോർട്ട് വീഡിയോയും ഒരു 10-16 ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിലാദ്യം ഇട്ട ഒരു വീഡിയോയ്ക്ക് മാത്രം 550 539 540 വ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എല്ലാം വളരെ 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 കുറവാണ്. പക്ഷെ അതെന്താ അതിൻ്റെ കാര്യം എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. അതെന്താ കാര്യം എന്നുള്ളത് ഇനിയിപ്പോൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ വല്ല പ്രശ്നമാണോ, എഡിറ്റിങ്ങിൻ്റെ വല്ല പ്രശ്നമാണോ ഒന്നും എനിക്കറിയില്ല. അതിൽ ഞാൻ വീഡിയോ എടുക്കുന്ന മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇവനാണ്. നീ എന്തെങ്കിലും ചെയ്ത് വെക്കണ്ട വ്യൂസ് ഒന്നും കുറയാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെയാണെങ്കിൽ എൻ്റെ വീഡിയോ ഒക്കെ എന്താണ് 69 സബ്സ്ക്രൈബറാണ് ഉള്ളത് കേട്ടോ. പക്ഷെ അത് ഇവനിക്ക് 39. ഉമ്മാൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സും വാട്സപ്പ് വഴി അവർക്കും ഇവർക്കും എല്ലാവർക്കും അയച്ച് ഉണ്ടാക്കിയ സബ്സ്ക്രൈബേഴ്സാണ്. എൻ്റെ ഞാൻ വീഡിയോ ഇട്ട് യൂട്യൂബിൽ നിന്ന് തന്നെ കിട്ടി. അങ്ങനെ ഇവർക്കൊക്കെ അയച്ചു കൊടുത്തിട്ടൊന്നും പറയണ്ട കേട്ടോ. അങ്ങനെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല. ആരും സബ്സ്ക്രൈബ് ചെയ്യണില്ല, കാണുന്നില്ല കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബക്കാരും ബന്ധുക്കാരും ഒക്കെ പറയേണ്ട കാര്യമൊന്നുമില്ല. അത്യാവശ്യം നമ്മുടെ ഫ്രണ്ട്സൊക്കെ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യായിരിക്കും. ബന്ധുക്കൾ ആരും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യില്ല, സത്യമായിട്ടും ചെയ്യൊന്നുമില്ല. കാരണം അവരങ്ങനെയാണല്ലോ, നമ്മൾക്ക് നല്ലത് വരണമെന്ന് വിചാരിച്ചിരിക്കുന്നവരാണല്ലോ ബന്ധുക്കൾ അല്ലേ. അതുകൊണ്ട് അവരങ്ങനെയൊന്നും ചെയ്യൊന്നുമില്ല കേട്ടോ. അതിലത്തെ കുഞ്ഞു ഷോർട്ട് വീഡിയോ ഒക്കെ ഞാൻ ചിലപ്പോൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് വയ്ക്കുമ്പോൾ അവർ സൂപ്പർ ഗുഡ് എന്നൊക്കെ പറയാം. അപ്പോൾ ശരിക്കും സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ നമുക്കറിയുമല്ലോ ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു എന്നുള്ളത് അറിയാം. സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ അവർ നേരത്തെ അതിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ചാനലിൽ കണ്ടിട്ടുണ്ടാവില്ലേ, കാണില്ലേ. അപ്പോൾ ഒന്നും ഗുഡ് അയക്കാത്തവർ ഇപ്പോൾ മാത്രം ഗുഡ് അയക്കണമെന്നില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞു വന്നത് എന്തെന്ന് വെച്ചാൽ, ഞങ്ങൾ ചാനൽ നിർത്തണോ അതോ വേണ്ടയോ, അതോ ഞാൻ ആദ്യം മണി സേവിങ്ങിൻ്റെയും അതേപോലെ തന്നെ ഗോൾഡ് സേവിങ്ങിൻ്റെ ഒക്കെ കിച്ചൺ ടിപ്സുകൾ അതൊക്കെയാണ് കേട്ടോ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. സൗണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്താണ്, വീഡിയോ ആയിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. സൗണ്ട് വോയിസ് ഇട്ടിട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. വോയിസ് ഇട്ടിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ആൾ വന്നപ്പോഴായിരിക്കുമോ വ്യൂസ് പറഞ്ഞത്. അതെ, ഈ തിരുമോന്ത കണ്ടിട്ട് വ്യൂസ് പറഞ്ഞതാണെന്നുള്ളത് അറിയില്ലല്ലോ. അപ്പോൾ ചിലപ്പോൾ ഞങ്ങൾക്ക് അറിയില്ല, വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആരെങ്കിലും യൂട്യൂബൊക്കെ ചാനലുള്ള ആരെങ്കിലുമൊക്കെ കാണുന്നവരുണ്ടാവുമല്ലോ. അപ്പം ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ടാണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയുക കേട്ടോ, കമൻറ്റ് ചെയ്യൂ കേട്ടോ, എന്തൊക്കെയാണ് ഇതാക്കേണ്ടത്. അപ്പം ഞാനിനി ആ വീഡിയോ ഒക്കെ വേണ്ടാന്ന് വെക്കാൻ പോവാം. ഇനി നമ്മൾ എന്താണ് ഷോർട്ട് ഫിലിം പോലുള്ളത്, അതുപോലെ വ്ളോഗ്, ഡേ ഇൻ മൈ ലൈഫ്, ഹോം ടൂറ് അതൊക്കെ ഇടാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇനി ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം മണി സേവിങ് അല്ലേ നമ്മുടെ മെയിൻ ഇത്, അതിന്ന് വേറെ ഇതിലോട്ട് മാറും പിന്നെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? നമ്മുടെ വീഡിയോ തന്നെയല്ലേ, പിന്നെന്താ ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നത്. പ്ലേ ലിസ്റ്റ് വേണമെങ്കിൽ മാറ്റാം. പ്ലേ ലിസ്റ്റിൽ മണി സേവിങ്ങിൻ്റെ മൊത്തം മുന്നിൽ അതങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഒക്കെ മാറ്റി വയ്ക്കണം. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊന്നും കഴിച്ചില്ല കേട്ടോ. അന്ന് വെള്ളിയാഴ്ചയാണ്. ഇനി ബാപ്പയൊക്കെ വന്ന് കഴിഞ്ഞിട്ടേ ഭക്ഷണമൊക്കെ ഞങ്ങൾ കഴിക്കുള്ളൂ. ബാപ്പ പള്ളിയിൽ പോയിരിക്കണം, പോയിട്ടില്ല. എന്താ നീ ഇന്ന് പള്ളിയിൽ പോയില്ല? സ്കൂളൊക്കെ തുറക്കാറായില്ല. അതിന് ഇതെൻ്റെ വലിയ മോനാണ് കേട്ടോ, ഷെമീൽ ഷാബിൻ എന്നാണ് പേര്. 2 ആൺകുട്ടികളാണ് എനിക്ക്. ഷാഹിൽ റഹ്മാൻ രണ്ടാമത്തെ കുട്ടിയുടെ പേര്. ഇവന് 7th ഇനി 6th കഴിഞ്ഞു, ഇനി 7th അവൻ അംഗനവാടി 3:30. അവൻ അംഗനവാടി പോവില്ല, കരഞ്ഞ് ഭയങ്കര കരച്ചിലാണ്, പോവില്ല. 3:30 വയസ്സാണ്. എന്ത് ഇവനും പോയിട്ടില്ല. ശരി, അപ്പോൾ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ?
നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ സബ്സ്ക്രൈബേഴ്സൊക്കെ കുറയുന്നതും വ്യൂസൊക്കെ കുറയുന്നത്. ഒന്ന് ഓപ്പണെങ്കിലും ചെയ്ത് നോക്കിയാലല്ലേ എൻ്റെ വീഡിയോൻ്റെ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ അത് ആരും ഇങ്ങനെ നീക്കി പോവാണ് തോന്നുന്നു അല്ലേ? അതന്നെ. പക്ഷെ അതെന്താണ് കാര്യം എന്നുള്ളതൊന്നും മടുത്തു. ഇനിയിപ്പോൾ നമ്മൾ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരിക്കും. ഇതിൻ്റെ പിന്നാലെ ഒന്നും ഓടാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്തായാലും തുടങ്ങി വെച്ചില്ലേ, അപ്പം പിന്നെ ഒന്ന് നോക്കാം, പതുക്കെ കൂടും എന്നുള്ളത് നോക്കാം എന്നുള്ളൊരിതിലാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ എന്തായാലും അത് കളയണ്ട, ചാനലൊന്നും കളയണ്ടെന്ന് വെച്ചിട്ട് ഇപ്പോൾ ചിലവർ വിചാരിക്കും, ഓ നീ ഈ ചാനൽ കൂട്ടിപ്പോയാൽ ഞങ്ങൾക്ക് എന്താ ഒന്നും ഇല്ലല്ലോ, നിങ്ങൾക്കൊന്നും ഒന്നുമില്ല, മനസ്സിലായി. പക്ഷേ ഞങ്ങൾക്ക് നിങ്ങളുടെ സബ്സ്ക്രൈബ് ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ വീഡിയോസൊക്കെ ജസ്റ്റ് ഒന്ന് കാണുക. എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളും കുറവുകളൊക്കെ വീഡിയോസിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് ഒന്ന് വിവരം അറിയിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പിന്നെ എൻ്റെ വീഡിയോ എൻ്റെ ചാനലിൻ്റെ നിങ്ങൾ കാണുന്നവർ എൻ്റെ ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ആദ്യം ഇത് കണ്ടിട്ട് ആ ഒരു ചാനൽ ഏതാ അത് ഈ പെണ്ണുപിള്ള വന്ന് പറയണത് അതൊന്ന് ഓണാക്കി നോക്കട്ടെ, അത് കഴിഞ്ഞിട്ടല്ലേ നിൻ്റെത് അല്ലേ? ശരി, പറഞ്ഞിട്ട് ഈ 39 പറയാതാക്കിയതല്ലേ, അപ്പൊ പിന്നെ എന്നേക്കാൾ ബെറ്റർ നീ തന്നെയാണ്. അപ്പൊ ആരോടും ഒന്നും പറയണ്ട, പറയാതെ തന്നെ. ഈവൻ ഷോർട്ട് വീഡിയോസ് മാത്രമേ ഉള്ളൂ ഇടാ. ഞാൻ ഇടയിൽ ലോങ് വീഡിയോസ് ഇടും. പക്ഷെ ഞാൻ ഷോർട്ട് വീഡിയോ ഒരു 3-4 ഇട്ടിട്ടുണ്ട്. അതിൽ ഇവനും ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് ചെയ്യാറ്. ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ. ഞങ്ങൾ വലിയ ബിൽഡപ്പ് ഒന്നും ചെയ്ത് പാട്ടും ഡാൻസും ഇതൊന്നും ആക്കിയിട്ടൊന്നും ഞങ്ങൾ സാധാ വീട്ടിലുള്ള സാധാ കാര്യങ്ങൾ മാത്രമാണ് ആ വീഡിയോയിൽ ഷോർട്ടിലാണെങ്കിലും ഉൾക്കൊള്ളിക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇത്ര നേരം ഞങ്ങളുടെ ഈ കത്തിയടിക്കൽ സഹിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഓക്കെ, ബൈ.